ഹായ്, ഇന്ന് നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാം. സോ ഇറ്റ്സ് ജസ്റ്റ് എ വെരി സിമ്പിൾ എവറി ഡേ മേക്കപ്പ് ലുക്ക്, ഒരു ക്ലീൻ ഗേൾ ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോയ്സ്ചറൈസിങ് ലോഷൻ അല്ല, ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ സ്കിൻ ദോ ഇറ്റ്സ് യൂഷ്വലി എ കോമ്പിനേഷൻ സ്കിൻ. ഇവിടെ ഞാനിപ്പോൾ കറൻ്റ്ലി UK-ലാണ്. സോ ഇറ്റ് ഗിവ്സ് ഒരു ഡ്രൈ ആണ് എൻ്റെ സ്കിൻ ഇപ്പോൾ. സോ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഫോർ പ്രെപ്പിംഗ് മൈ സ്കിൻ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മിനിമലിസ്റ്റിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇതിനകത്ത് SPF ഉണ്ട്. ഇറ്റ്സ് സമ്മർ നൗ, അപ്പോൾ അത് കാരണം ഭയങ്കര സൺ എക്സ്പോഷർ കൂടുതലായിരിക്കും. സോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കളർ കറക്റ്ററാണ്. ഇത് കെട്രീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കളർ കറക്റ്റർ പാലറ്റാണ്. സോ എനിക്കിവിടെ ഇങ്ങനെ ആക്നി സ്കാർസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ കറക്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അണ്ടർ ഐസിൽ ഒരു പീച്ചി കളർ കറക്റ്ററാണ് കേട്ടോ. നെക്സ്റ്റ് കൺസീലറാണ്. മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണിത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സ്പഞ്ചാണ്. ഇത് ഡാമ്പാണ്. നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടാൻ ഇതുപോലെ ഡാം സ്പഞ്ച് തന്നെയാണ് നല്ലത്. നെക്സ്റ്റ് ഞാനൊരു വാട്ടർ ബേസ്ഡ് ടിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പൗഡർ ബേസ്ഡ് സാധനങ്ങളെക്കാളും ഇഷ്ടം വാട്ടർ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ്. നമുക്ക് ലിപ്സിലും ചീക്കിലും ഉപയോഗിക്കാം. ഞാൻ തൽക്കാലം ലിപ്സിൽ പ്രോപ്പർ ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ചീക്സിൽ മാത്രം ഒരു ഫ്ലഷ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഈ ബ്രാൻഡ് വരുന്നത് എറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹൈലൈറ്ററാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ ബോട്ടിൽ പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഇതുപോലൊരു റീയൂസബിൾ ബോട്ടിലാക്കിയതാണ്. കുറച്ചെടുത്താൽ മതി, പക്ഷേ ഇതിനകത്തുനിന്ന് സ്ക്വീസ് ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം വരുന്നുണ്ട്. ബട്ട് അത്രയൊന്നും വേണ്ട, ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കുള്ളൂ. ഈ കണ്ട ഒരു ഹൈലൈറ്റഡ് ലുക്ക് വരുന്നില്ലേ? ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച പ്രോഡക്ട്സ് ആട്ടോ. ഇനി നമുക്കൊരു ഈ കളർ ഉപയോഗിച്ചിട്ട് സിമ്പിൾ എവ്രിഡേ കളറാണ് ഇത്. ഓൾ ഓവറും ഇനി നമുക്ക് ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് എഴുതാം. ജസ്റ്റ് വെരി സിമ്പിൾ ഹുദ ബ്യൂട്ടിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഭയങ്കര നോ നോൺസെൻസ് പ്രോഡക്റ്റാണ്. അതായത് നമുക്കിപ്പോൾ അധികം ഐബ്രോസ് എഴുതാൻ അറിയില്ലെങ്കിൽ ദിസ് ഇസ് വെരി സിമ്പിൾ ടു യൂസ്. ബിക്കോസ് ഇതിനകത്ത് അധികം പ്രോഡക്റ്റ് പുറത്തോട്ട് വരത്തില്ല. ആൻഡ് ഇറ്റ്സ് ഓൾസോ ബ്രൗൺ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെസ്സപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആൻഡ് ഓൾസോ ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കോംബ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ എൻ്റെ ഐബ്രോസ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ബെനിഫിറ്റിൻ്റെ ഒരു മസ്കാരയാണ്. യൂസ് ചെയ്യുന്ന ഒരു ലിപ് ടിൻറ്റാണ്, ബെനിഫിറ്റിൻ്റെ തന്നെ. ഇറ്റ്സ് എൻ അമേസിങ് ഷെയ്ഡ്. എനിക്കൊന്ന് ഒരുവിധം എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് അമേസിങ്. ഒരു ചെറിയ ബ്രൗൺ അല്ലെങ്കിൽ ചെറിയൊരു പിങ്ക്
അല്ലെങ്കിൽ മൂവ് ഏത് കളറാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ബട്ട് ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഒരു എവറി ഡേ ലുക്കിന് പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണത്. സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഒരുപാട് ഡ്രമാറ്റിക് ചേഞ്ച് ഒന്നും ഇല്ല എൻ്റെ മുഖത്ത്, ലൈക്ക് ഇറ്റ്സ് ഒരു സട്ടിൽ ചേഞ്ചേ ഉള്ളൂ, ബട്ട് ഇറ്റ് മേക്സ് യു ലുക്ക് വെരി പുട്ട് ടുഗെദർ. So if you like this video, please like my video and subscribe to my channel if you find me relatable and helpful. Okay, so see you in my next video.